നമസ്കാരം. നിധിയുണ്ടെന്ന് വിശ്വസിപ്പിച്ച് കോഴിക്കോട് നാദാപുരം സ്വദേശികളിൽ നിന്നും 4 ലക്ഷം രൂപ തട്ടിയെടുത്ത് കടന്നു കളഞ്ഞ 4 സംഘത്തിലെ 3 പേർക്കായി തിരച്ചിൽ. ഓടി രക്ഷപ്പെടുന്നതിനിടെ അപകടത്തിൽ പരിക്കേറ്റെങ്കിലും 3 പേർ കടന്നു കളയുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അന്യസംസ്ഥാന തൊഴിലാളികളാണ് തട്ടിപ്പ് നടത്തിയത്. നിധി കെട്ടിയെന്ന് അറിയിച്ച് നാദാപുരം സ്വദേശികളെ ചാലക്കുടിയിൽ എത്തിച്ചാണ് 4 ലക്ഷം രൂപ തട്ടിയെടുത്തത്. പണവുമായി ഓടുന്നതിനിടെ അപകടത്തിൽ പരിക്കേറ്റെങ്കിലും ഇവർ ഓട്ടോ പിടിച്ച് പെരുമ്പാവൂരിലെത്തി. ഇതിലൊരാൾ കൈക്കും കാലിനും പരിക്കേറ്റതിനെ തുടർന്ന് പെരുമ്പാവൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇയാൾക്ക് അടിയന്തര ശസ്ത്രക്രിയ നടത്തിയെന്നും അപകടനില തരണം ചെയ്തെന്നുമാണ് സൂചന. അതേസമയം പണവുമായി മറ്റു 3 പേരും അവിടെ നിന്ന് കടന്നു. തുടർന്ന് കേരളത്തിനകത്തും പുറത്തുമായി പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. നാദാപുരം സ്വദേശികളായ രാജേഷ്, ലെനീഷ് എന്നിവരാണ് തട്ടിപ്പിന് ഇരകളായത്. ഞായറാഴ്ചയാണ് സംഭവം. നാദാപുരത്ത് മണ്ണുമാന്തി യന്ത്രത്തിന്റെ ഓപ്പറേറ്ററായി ജോലി ചെയ്തിരുന്ന അസം സ്വദേശി പരിചയക്കാരായ നാദാപുരം സ്വദേശികളോട് തങ്ങളുടെ സുഹൃത്തിന് കെട്ടിടം പൊളിക്കുന്നതിനിടെ നിധി ലഭിച്ചെന്നും തൃശ്ശൂരിലെത്തി 7 ലക്ഷം രൂപ നൽകിയാൽ വൻ ലാഭത്തിന് സ്വർണം ലഭിക്കുമെന്നും വിശ്വസിപ്പിച്ചു. അങ്ങനെ 2 മലയാളികളും അസം സ്വദേശിയും കാറിൽ സ്വർണ്ണ ഇടപാടിനായി തൃശ്ശൂരിലെത്തി. അസം സ്വദേശി അവിടെ വെച്ചാണ് കൂട്ടാളികളായ മറ്റ് 3 പേരെ വിളിച്ചു വരുത്തുന്നത്. എന്നാൽ അവിടെ വെച്ച് സ്വർണം കൈമാറുന്നത് സുരക്ഷിതമല്ലെന്ന് പറഞ്ഞ് ഇവരോട് ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാമെന്ന് അറിയിച്ചു. 6 പേരും കാറിൽ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ വെച്ച് മുൻകൂറായി 4 ലക്ഷം നൽകാമെന്നും സ്വർണം വിറ്റ ശേഷം ബാക്കി തുക നൽകാമെന്നും കരാറായി. 4 ലക്ഷം രൂപ കയ്യിൽ കിട്ടിയാൽ മാത്രമേ നിധിയിലെ സ്വർണം നൽകൂ എന്ന് പറഞ്ഞു. ശേഷം പണം കൈക്കലാക്കി സ്വർണ്ണമാണെന്ന് പറഞ്ഞ് പൊതി കൈമാറി. പൊതിയിലുണ്ടായിരുന്ന ലോഹം മുറിച്ചതോടെ മുക്കുമണ്ഡമാണെന്ന് തിരിച്ചറിഞ്ഞു. ഇതോടെ അസം സ്വദേശിയും അയാളുടെ സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞ് എത്തിയവരും പണവുമായി ട്രാക്കിലൂടെ ഓടി. പ്ലാറ്റ്ഫോം അവസാനിക്കുന്നതുവരെ രാജേഷും ലെനീഷും പിന്തുടർന്നെങ്കിലും പിടികൂടാനായില്ല. ഒരു ട്രെയിൻ എത്തിയപ്പോഴേക്കും അവർ ഇരുളിൽ മറഞ്ഞു. തുടർന്നാണ് രാജേഷ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയത്.